ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പലരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. എന്താണ് എൻജിൻ ഡീകാർബണൈസേഷൻ? എന്തിനാണത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരങ്ങളുണ്ടോ? ഇത് ചെയ്യുന്നതുകൊണ്ട് എൻജിൻ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇന്നത്തെ വീഡിയോയിൽ തരാൻ പോകുന്നത്. എൻജിൻ ഡീകാർബണൈസേഷൻ അല്ലെങ്കിൽ എൻജിൻ കാർബൺ ക്ലീനിങ് എന്ന് പറയുന്നത് എൻജിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന കാർബൺ ഡെപ്പോസിറ്റ്സിനെ ക്ലീൻ ചെയ്ത് ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എൻജിനകത്ത് ഫ്യൂവൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ കാർബൺ. ഇങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ എൻജിനകത്ത് ഇങ്ങനെ ഫ്യൂവൽ കത്തി ഉണ്ടാകുന്ന ഈ ഒരു കാർബൺ പാർട്ടിക്കിൾസ് എൻജിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞുകൂടി അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ എൻജിനകത്ത് സാധാരണയായിട്ട് എൻജിൻ സിലിണ്ടറിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ്സ് വരും. അതുപോലെ തന്നെ വാൽവുകളുടെ മുകളിൽ കാർബൺ ഡെപ്പോസിറ്റ് വരും. അതുപോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചക്ടറിൽ കാർബൺ ഡെപ്പോസിറ്റ് വരും. അങ്ങനെ എൻജിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കാർബൺ ഡെപ്പോസിറ്റ്സ് അടിഞ്ഞു കൂടിയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുപോലെ തന്നെ എൻജിൻ്റെ പുറമെ ടർബോ ചാർജറുകളിലും ഇതുപോലെ കാർബൺ ഡെപ്പോസിറ്റ്സ് അടിഞ്ഞു കൂടി ടർബോ ചാർജർ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സിലും ഇതുപോലെ കാർബൺ ഡെപ്പോസിറ്റ്സ് അടിഞ്ഞുകൂടി അതും ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട്. എൻജിനിൽ കാർബൺ ഡെപ്പോസിറ്റ്സ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് എൻജിൻ സിലിണ്ടർ. കാരണം എൻജിൻ സിലിണ്ടറിനകത്ത് വെച്ചാണ് ഫ്യൂവൽ കത്തുന്നത്. അപ്പോൾ ഫ്യൂവൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ കാർബൺ പാർട്ടിക്കിൾസ് ഈ ഒരു സിലിണ്ടറിനകത്ത് തന്നെ അടിഞ്ഞുകൂടും. ഇപ്പോൾ സിലിണ്ടർ വാളിൽ അതുപോലെ തന്നെ പിസ്റ്റന്റെ മുകളിൽ ആ ഒരു സിലിണ്ടറിന്റെ റൂഫിലൂടെയൊക്കെ കാർബൺ ഡെപ്പോസിറ്റ്സ് വരാം. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാർബൺ ഡെപ്പോസിറ്റ്സ് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിനകത്തുള്ള അത്രയും സ്ഥലം ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിലിണ്ടറിന്റെ വോളിയം അത്രയും കുറഞ്ഞു. അതായത് എയറിനും ഫ്യൂവലിനും നിൽക്കേണ്ടിയിരുന്ന അത്രയും സ്പേസ് ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ്സ് കാരണം നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ വോളിയം കുറയുന്നത് കൊണ്ട് തന്നെ എഞ്ചിൻ്റെ എഫിഷ്യൻസി കുറയാൻ അത് കാരണമാകും. അതുപോലെ പിസ്റ്റന്റെ മുകളിലും സിലിണ്ടറിന്റെ റൂഫിലും ഒക്കെ ഇങ്ങനെ ലെയർ ആയിട്ട് ഇങ്ങനെ കാർബൺ ഡെപ്പോസിറ്റ്സ് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അത് ആ ഒരു കമ്പസ്റ്റൻ ചേംബറിന്റെ വോളിയം കുറയാനും അതുവഴി കംപ്രഷൻ റേഷ്യോ കൂടാനും കാരണമാകും. ഇപ്പോൾ ഡിസൈൻ ചെയ്തതിനേക്കാൾ കൂടുതൽ കംപ്രഷൻ റേഷ്യോ വന്നു കഴിഞ്ഞാൽ ആ എഞ്ചിനകത്ത് പ്രീ ഇഗ്നിഷൻ അല്ലെങ്കിൽ എഞ്ചിൻ നോക്കിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കംപ്രഷൻ റേഷ്യോ കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഹൈ ടെമ്പറേച്ചർ കാരണം ഇഗ്നിഷന്റെ മുന്നേ തന്നെ, അതായത് നമ്മൾ സ്പാർക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഫ്യൂവൽ സ്വന്തമായി കത്തിപ്പോകുന്ന അവസ്ഥയാണ് പ്രീ ഇഗ്നിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എൻജിൻ നോക്കിങ്, അതായത് നമ്മൾ സ്പാർക്ക് കൊടുത്ത് ഉണ്ടാക്കുന്ന സ്ഫോടനത്തിന് പുറമെ തന്നെ സിലിണ്ടറിന്റെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു പൊട്ടിത്തെറി കൂടെ ഉണ്ടായി അങ്ങനെ രണ്ട് തീഗോളങ്ങളൂടെ കൂട്ടിയിടിച്ച് ആണ് ഈ ഒരു എൻജിൻ നോക്കിങ് സൗണ്ട് നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ എൻജിൻ നോക്കിങ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് എൻജിനെ വളരെയധികം ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ എൻജിൻ നോക്കിങ് ഉണ്ടായി കഴിഞ്ഞാൽ എൻജിനകത്ത് നോക്ക് സെൻസർ ഉണ്ട്. നോക്ക് സെൻസർ അത് ഡിറ്റക്ട് ചെയ്യും, നേരെ ECUയിലേക്ക് ഇൻഫോർമേഷൻ കൊടുക്കും. അപ്പോൾ ECU ഇഗ്നിഷൻ റിട്ടാർഡ് ചെയ്യും, അതായത് ഇഗ്നിഷനെ ഡിലേ ചെയ്തുകൊണ്ട് ഈ ഒരു എൻജിൻ നോക്കിങ് ഒഴിവാക്കും. പക്ഷേ ഇങ്ങനെ ഇഗ്നിഷൻ റിട്ടാർഡ് ചെയ്താലും എൻജിൻ്റെ ആ ഒരു പവർ ഔട്ട്പുട്ടും ടോർക്ക് ഔട്ട്പുട്ടൊക്കെ കുറയും. അതുപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി വളരെയധികം ഈ സമയത്ത് കുറയും. അതുപോലെ തന്നെ എമിഷൻ ഈ സമയത്ത് കൂടുകയും ചെയ്യും. അടുത്തതായിട്ട് പ്രധാനമായിട്ടും കാർബൺ ഡെപ്പോസിറ്റ്സ് വരുന്ന ഭാഗമാണ് വാൽവുകൾ. കാരണം വാൽവുകൾ കമ്പസ്റ്റൻ ചേംബറുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പസ്റ്റൻ ചേംബറിൽ ഉണ്ടാകുന്ന ഈ കാർബൺ പാർട്ടിക്കിൾസൊക്കെ ഈ വാൽവിൻ്റെ അടിയിലും മുകളിലൊക്കെ ആയിട്ട് പറ്റിപ്പിടിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം സിലിണ്ടർ ഹെഡിനകത്ത് വാൽവ് ആക്ച്വേറ്റിംഗ് മെക്കാനിസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും എൻജിൻ ഓയിൽ സിലിണ്ടർ ഹെഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സിലിണ്ടർ ഹെഡിലുള്ള എൻജിൻ ഓയിൽ ഈ ഒരു ക്ലിയറൻസ് വഴി ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ ഇവിടെ ഒരു ഓയിൽ സീൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഓയിൽ സീൽ ഡാമേജ് ആയാലോ അതിനിടയിൽ എന്തെങ്കിലും ക്ലിയറൻസ് വന്നു കഴിഞ്ഞാലോ ഈ ഒരു സിലിണ്ടർ ഹെഡിൽ നിന്ന് ഈ വാൽവിൻ്റെ ഈ സ്റ്റെം വഴി ഇങ്ങനെ ഓയിൽ ഇങ്ങോട്ട് ഒലിച്ച് ഇറങ്ങി ഈ വാൽവിൻ്റെ ഈ ഒരു ബാക്ക് ഭാഗത്ത് വന്ന് അവിടെ പറ്റിപ്പിടിക്കും. ഈ ഓയിൽ സീലിന് കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ഓയിൽ സിലിണ്ടറിൽ നിന്ന് ഈ ഒരു വാൽവ് സ്റ്റെം വഴി ഒലിച്ച് താഴത്തേക്ക് ഇറങ്ങും. അത് തുള്ളിയായിട്ട് ഈ ഒരു കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് ഇറ്റി വീഴും. എന്നിട്ട് ആ കമ്പസ്റ്റൻ ചേമ്പറിൽ വെച്ച് ആ ഒരു ഓയിൽ കത്തുകയും ഒരു ബ്ലൂയിഷ് സ്മോക്ക് എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു ബ്ലൂയിഷ് സ്മോക്ക് വരുമ്പോൾ നമുക്കറിയാം എഞ്ചിനിൽ വെച്ച് ഓയിൽ കത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വാൽവിൻ്റെ മുകളിൽ ഓയിൽ ഡെപ്പോസിറ്റ്സ് അവിടെ പറ്റിപ്പിടിക്കുന്നത്. അപ്പോൾ വാൽവുകളുടെ മുകളിൽ ഡെപ്പോസിറ്റ്സ് വരാനുള്ള രണ്ട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇൻടേക്ക് വാൽവിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ്സ് വരാൻ ഇനിയും രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാമതാണ് EGR, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ. ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. EGR എന്ന് പറയുന്നത് ഒരു പൊല്യൂഷൻ കൺട്രോൾ ടെക്നോളജിയാണ്. EGR എന്താ ചെയ്യുന്നത് വെച്ചാൽ എഞ്ചിനിൽ വെച്ച് ഫ്യൂവൽ കത്തിയുണ്ടാവുന്ന എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകും. ആ ഒരു എക്സോസ്റ്റ് ഗ്യാസിനെ വീണ്ടും റീസർക്കുലേറ്റ് ചെയ്ത് ഇൻടേക്കിലേക്ക് തന്നെ പറഞ്ഞു വിട്ട് വീണ്ടും എഞ്ചിനിലേക്ക് തന്നെ സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിലുള്ള ആ ഒരു കാർബൺ പാർട്ടിക്കിൾസ് ഒക്കെ വീണ്ടും തിരിച്ചു വന്ന് ഈ ഒരു വാൽവിൻ്റെ മുകളിൽ അവിടെ പറ്റിപ്പിടിക്കും. അങ്ങനെയും ഈ ഒരു ഇൻടേക്ക് വാൽവിൻ്റെ മുകളിൽ കാർബൺ ഡെപ്പോസിറ്റ് വരും. അതുപോലെ തന്നെ അടുത്ത
ഒരു കാരണം, ഇൻടേക്ക് വാൽവിൻ്റെ മുകളിൽ കാർബൺ ഡെപ്പോസിറ്റ് വരാനുള്ള അടുത്തൊരു കാരണമാണ് പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഒരു കമ്പസ്റ്റൻ ചേമ്പറിൽ ഉണ്ടാകുന്ന ഗ്യാസുകളൊക്കെ കുറച്ചൊക്കെ ഈ ഒരു പിസ്റ്റണും സിലിണ്ടറും തമ്മിലുള്ള ആ ഒരു ക്ലിയറൻസ് വഴി ക്രാങ്ക് കേസിലേക്ക് പോകും. അതിന് നമ്മൾ ബ്ലോ ബൈ ഗ്യാസ് എന്ന് പറയും. ഇങ്ങനെ ബ്ലോ ബൈ ഗ്യാസ് ഇങ്ങനെ ഒരുപാട് ക്രാങ്ക് കേസിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ ഇങ്ങനെ താഴത്തേക്ക് വരുന്ന സമയത്ത് ക്രാങ്ക് കേസിലുള്ള ആ ഒരു ഗ്യാസ് കംപ്രസ് ആവും. അങ്ങനെ ആ ഒരു ക്രാങ്ക് കേസിൻ്റെ പ്രഷർ കൂടും. അത് കുറച്ച് ഡാമേജുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രാങ്ക് കേസിലേക്ക് നിറഞ്ഞ ബ്ലോ ബൈ ഗ്യാസിനെ എങ്ങോട്ടെങ്കിലുമൊക്കെ പറഞ്ഞു വിടണം, അവിടുന്ന് ഒഴിവാക്കണം. അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ ഈ ഒരു ക്രാങ്ക് കേസിലുള്ള ബ്ലോ ബൈ ഗ്യാസിനെ നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ എമിഷൻ റെഗുലേഷൻസ് കാരണം അങ്ങനെ തുറന്നു വിടാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ വഴി ഈ ഒരു ക്രാങ്ക് കേസിലുള്ള ഈ ഒരു ബ്ലോ ബൈ ഗ്യാസിനെ തിരിച്ച് ഇൻടേക്കിലേക്ക് തന്നെ പറഞ്ഞു വിടും. ഇൻടേക്കിലേക്ക് തന്നെ പറഞ്ഞു വിട്ട് വീണ്ടും എഞ്ചിനിലൂടെ അതിനെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലോ ബൈ ഗ്യാസിൽ അൺബേൺഡ് ആയിട്ടുള്ള ഫ്യൂവൽ ഉണ്ടായിരിക്കാം, കാർബൺ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഈ ക്രാങ്ക് കേസിലൂടെ വരുന്നത് കൊണ്ട് ഓയിൽ കണ്ടന്റും അതിനകത്ത് ഉണ്ടായിരിക്കും. ഈ ഒരു ബ്ലോ ബൈ ഗ്യാസ് പിന്നീട് പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ വഴി നേരെ ഇൻടേക്ക് വഴി എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ഈ ബ്ലോ ബൈ ഗ്യാസിലുള്ള ആ ഒരു കണ്ടൻസൊക്കെ കുറേയൊക്കെ ഈ ഒരു ഇൻടേക്ക് വാൽവിൻ്റെ മുകളിൽ വന്ന് അവിടെ ഡെപ്പോസിറ്റായി അവിടെ പറ്റി പിടിച്ച് കിടക്കും. അപ്പം അങ്ങനെയും ഈ ഒരു ഇൻടേക്ക് വാൽവിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ്സ് വരും. ഇൻടേക്ക് വാൽവിനെ അപേക്ഷിച്ച് എക്സോസ്റ്റ് വാൽവ് കൂടുതൽ ക്ലീൻ ആയിരിക്കും. നിങ്ങളിപ്പോൾ ഒരു എഞ്ചിൻ അഴിച്ചു നോക്കി കഴിഞ്ഞാൽ ആ ഒരു എഞ്ചിൻ്റെ ഇൻടേക്ക് വാൽവിൽ നിങ്ങൾക്ക് കൂടുതൽ ഡെപ്പോസിറ്റ്സ് കാണാൻ സാധിക്കും. പക്ഷേ എക്സോസ്റ്റ് വാൽവ് കുറച്ചുകൂടെ നല്ല ക്ലീൻ ആയിരിക്കും. അതിനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻടേക്ക് വാൽവിൽ ഡെപ്പോസിറ്റ്സ് വരാൻ 4 സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ എക്സോസ്റ്റ് വാൽവിൽ ഡെപ്പോസിറ്റ്സ് വരാൻ 2 സാധ്യതകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നോർമലായിട്ട് കമ്പസ്റ്റൻ ചേമ്പറിൽ നിന്ന് വരുന്ന കാർബൺ പാർട്ടിക്കിൾസ് പറ്റി പിടിക്കാം. പിന്നെ വരുന്നത് ഓയിൽ ഡെപ്പോസിറ്റ്സ് ആണ്. അതായത് ഈ ഒരു സിലിണ്ടർ ഹെഡിൽ നിന്ന് ലീക്കായി വരുന്ന ഓയിൽ ഈ ഒരു വാൽവിൻ്റെ മുകളിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 2 സാധ്യതകളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ പ്രധാനപ്പെട്ട കാരണം അതല്ല. അതായത് ഈ ഒരു എക്സോസ്റ്റ് വാൽവിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ്സ് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, എഞ്ചിനകത്ത് ഫ്യൂവൽ കത്തി ഉണ്ടാകുന്ന നല്ല ഹോട്ടായിട്ടുള്ള നല്ല ചൂടുള്ള എക്സോസ്റ്റ് ഗ്യാസാണ് ഈ ഒരു എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തേക്ക് പോകുന്നത്. ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ആ ഒരു ചൂട് കാരണം ഈ ഒരു എക്സോസ്റ്റ് വാൽവിൻ്റെ മുകളിലും താഴത്തും ഒന്നിനെയും പറ്റി പിടിക്കാൻ ആ ഒരു ചൂട് അനുവദിക്കില്ല. അവിടെ പറ്റി പിടിക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ അത് ചൂടാക്കി ഇളക്കി പൊടിച്ച് ഒഴിവാക്കി നല്ല ക്ലീൻ ആക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ചൂടുള്ള എക്സോസ്റ്റ് ഗ്യാസാണ് ഈ ഒരു എക്സോസ്റ്റ് വാൽവിനെ കൂടുതൽ ക്ലീൻ ആക്കി വെക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാൽവുകളുടെ മുകളിൽ കൂടുതലായിട്ട് കാർബൺ ഡെപ്പോസിറ്റ്സ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഇൻടേക്ക് വാൽവിൻ്റെ മുകളിലാണ് കൂടുതൽ കാർബൺ ഡെപ്പോസിറ്റ്സ് അടിയുന്നത്. അപ്പോൾ ഇൻടേക്ക് വാൽവിൻ്റെ മുകളിൽ കൂടുതൽ കാർബൺ ഡെപ്പോസിറ്റ്സ് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ഇൻടേക്ക് വഴി എഞ്ചിനകത്തേക്ക് വരുന്ന എയറിന് അതൊരു റെസ്ട്രിക്ഷൻ ആയിരിക്കും. എയറിന് നല്ല ഫ്രീ ആയിട്ട് എഞ്ചിനകത്തേക്ക് കയറാൻ സാധിക്കില്ല. അപ്പോൾ അത് എഞ്ചിൻ്റെ എഫിഷ്യൻസിയെ കുറച്ച് കുറയ്ക്കാൻ കാരണമാകും. അതുപോലെ തന്നെ വാൽവിൻ്റെ മുകളിൽ കാർബൺ ഡെപ്പോസിറ്റ്സ് വന്നു കഴിഞ്ഞാൽ വാൽവിന് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. വാൽവ് അടഞ്ഞാലും സൈഡിലൂടെ ക്ലിയറൻസ് ചെറുതായിട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിന് ഒരു കറക്റ്റായിട്ടുള്ള കംപ്രഷൻ കിട്ടാതെ വരും. കംപ്രഷൻ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതും എഞ്ചിൻ്റെ എഫിഷ്യൻസിയെ കുറയ്ക്കും. നമുക്കറിയാം, പല പെട്രോൾ എഞ്ചിനുകളിലും പോർട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. പെട്രോൾ എഞ്ചിൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടെക്നോളജികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ പോർട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ടർ വെക്കുന്നത് ഇൻടേക്ക് പോർട്ടിലാണ്. എന്നിട്ട് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത് നേരെ ഈ ഒരു ഇൻടേക്ക് വാൽവിൻ്റെ മുകളിലേക്കായിരിക്കും. അപ്പോൾ ഫ്യൂവൽ ഈ ഒരു ഇൻടേക്ക് വാൽവിൻ്റെ മുകളിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഇൻടേക്ക് വാൽവിലുള്ള ഡെപ്പോസിറ്റ്സിനൊക്കെ അത് ക്ലീൻ ചെയ്യാൻ സഹായിക്കും. ഫ്യൂവൽ നല്ലൊരു ക്ലീനറാണ്. ഈ ഫ്യൂവലിൻ്റെ ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഒന്നും കൂടെ കൂട്ടുന്നതിന് വേണ്ടി ചില ക്ലീനിങ് അഡിറ്റീവ്സും ഫ്യൂവലിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂവൽ കടന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഫ്യൂവൽ സിസ്റ്റവും ഈ വാൽവുകളൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കാൻ ഈ ഒരു ഫ്യൂവൽ സഹായിക്കും. ഇനി ഒരു ഫ്യൂവലിൻ്റെ ക്ലീനിങ് പ്രോപ്പർട്ടീസ് കൂട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഫ്യൂവൽ അഡിറ്റീവ്സ് കിട്ടും. അതും വാങ്ങി ഒരു ഫ്യൂവലിൻ്റെ ക്ലീനിങ് പ്രോപ്പർട്ടീസ് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പെട്രോൾ എഞ്ചിനുകളൊക്കെ അധികവും ഡയറക്റ്റ് ഇഞ്ചക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത് നേരെ സിലിണ്ടറിൻ്റെ അകത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻടേക്ക് പോർട്ടിലും ഇൻടേക്ക് വാൽവിൻ്റെ ഈ ഒരു മുകളിലും ഒന്നും ഇവിടെ ഫ്യൂവലിൻ്റെ സാന്നിധ്യമില്ല. അതുകൊണ്ട് അവിടെ അടിഞ്ഞു കൂടുന്ന ഡെപ്പോസിറ്റ്സ് ഒക്കെ ക്ലീൻ ആക്കാൻ സാധിക്കാതെ അവിടെ തന്നെ കിടക്കും. ഇപ്പോൾ പോർട്ട് ഇഞ്ചക്ഷൻ ആണെങ്കിൽ നമുക്കിവിടെ ഫ്യൂവൽ നേരെ ഈ ഒരു ഇൻടേക്ക് വാൽവിൻ്റെ മുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഭാഗമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും.
പക്ഷേ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനുകളിൽ ഇങ്ങനെ ഒരു ഇൻടേക്ക് വാൽവിൻ്റെ മുകളിൽ കൂടുതൽ കാർബൺ ഡെപ്പോസിറ്റ്സ് അടിഞ്ഞുകൂടി പ്രശ്നമുണ്ടാകുന്ന സാധ്യത ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനുകളിൽ ഇങ്ങനെ ഒരു ഇൻടേക്ക് വാൽവിൻ്റെ മുകളിൽ കാർബൺ ഡെപ്പോസിറ്റ്സ് വരുന്ന പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ചില ബ്രാൻഡുകൾ അവരുടെ ഈ ഒരു പെട്രോൾ എഞ്ചിനുകളിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ്റെ കൂടെ തന്നെ പോർട്ട് ഇഞ്ചക്ഷന് കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രണ്ട് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെയും അഡ്വാൻറ്റേജ് അവിടെ കിട്ടും. അപ്പോൾ ലോ RPM അവർ പോർട്ട് ഇഞ്ചക്ഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്, ഹൈ RPMലേക്ക് പോകുമ്പോൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻടേക്ക് വാൽവിൽ അടിഞ്ഞുകൂടുന്ന കാർബൺ ഡെപ്പോസിറ്റ്സിനൊക്കെ ഈ ഒരു പോർട്ട് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യാനും സഹായിക്കും. അത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനുകളിൽ വാൽവുകളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്യൂവലിൽ അഡിറ്റീവ്സ് ചേർത്തുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഫ്യൂവൽ ഈ ഒരു ഇൻടേക്ക് വാൽവുമായിട്ടോ ഇൻടേക്ക് പോർട്ടുമായിട്ടോ യാതൊരു കോൺടാക്റ്റിലും വരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനുകളിൽ വാൽവുകളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വാൽവ് ക്ലീനിങ് കെമിക്കൽസ് ഒക്കെ വാങ്ങാൻ കിട്ടും. അത് ഇൻടേക്ക് വഴി എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇൻടേക്ക് വഴി വന്ന് ആ ഒരു യാത്ര ചെയ്യുന്ന പാതയിലുള്ള കാർബൺ ഡെപ്പോസിറ്റ്സുകളൊക്കെ അത് ക്ലീൻ ചെയ്ത് ഒഴിവാക്കി തരും. പക്ഷെ ഇതൊരു കെമിക്കലാണ്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ എഴുതിയിരിക്കുന്ന ഡയറക്ഷൻസ് ഒക്കെ നോക്കുക, ഏതൊക്കെ എഞ്ചിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ചിലത് പെട്രോൾ എഞ്ചിനിൽ മാത്രമായിരിക്കും, ഈ ഡീസൽ എഞ്ചിനുകളിൽ ഉപയോഗിക്കാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു ഇൻടേക്ക് സിസ്റ്റത്തിലും എക്സോസ്റ്റ് സിസ്റ്റത്തിലും ഒക്കെയുള്ള സെൻസറുകളൊന്നും ഇത് ഡാമേജ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതായത് മാസ് എയർ ഫ്ലോ സെൻസർ, ഓക്സിജൻ സെൻസർ ഇത് ഡാമേജ് ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ടർബോ ചാർജർ, കാറ്റലിറ്റിക് കൺവെർട്ടർ അങ്ങനെയുള്ള കമ്പോണൻസിനും ഇത് പ്രശ്നങ്ങൾ വരുത്തുന്നില്ല എന്നുള്ളതും ഉറപ്പാക്കണം. ഇനി അടുത്തതായിട്ട് കാർബൺ ഡെപ്പോസിറ്റ്സ് വരുന്ന ഒരു ഭാഗമാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ. പ്രധാനമായിട്ടും ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനുകളിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കാരണം ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനുകളിൽ ഈ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ നേരെ സിലിണ്ടറിൻ്റെ അകത്തേക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സിലിണ്ടറിനകത്ത് വെച്ച് ഫ്യൂവൽ കത്തിയിട്ടുണ്ടാകുന്ന കാർബൺ പാർട്ടിക്കിൾസ് ഒക്കെ ഈ ഫ്യൂവൽ ഇഞ്ചക്ടറിൽ അടിഞ്ഞുകൂടും. ആ ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ, ആ ഒരു സ്പ്രേ പാറ്റേൺ ഒക്കെ മാറിപ്പോവും. ചിലപ്പോൾ ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ സിലിണ്ടറിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെ ലീൻ എയർ ഫ്യൂവൽ മിക്സ്ചർ എഞ്ചിനിൽ കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലീൻ എയർ ഫ്യൂവൽ മിക്സ്ചർ കത്തുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പവർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല, പവർ പ്രൊഡക്ഷൻ കുറയും. അതുപോലെ തന്നെ എഞ്ചിൻ്റെ എമിഷൻ കൂടും, എഞ്ചിൻ ടെമ്പറേച്ചറും കൂടാൻ അത് കാരണമാവുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറിൽ അടിഞ്ഞുകൂടുന്ന ഡെപ്പോസിറ്റ്സിനെ ഒഴിവാക്കാനായിട്ട് ഫ്യൂവൽ ഇഞ്ചക്ടർ ക്ലീനേഴ്സ് അവൈലബിൾ ആണ്. അത് വാങ്ങി ഫ്യൂവലിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്യൂവൽ ഇഞ്ചക്ടറിനെ ക്ലീൻ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാർബൺ ഡെപ്പോസിറ്റ്സ് കാരണം എഞ്ചിനിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ്സ് എഞ്ചിനിൽ ഒരുപാടായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചക്ടർ ക്ലീനേഴ്സ്, അതുപോലെ തന്നെ വാൽവ് ക്ലീനേഴ്സ് ഒക്കെ ഉപയോഗിക്കാം. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ കാർബൺ ഒഴിവായി കിട്ടും. പക്ഷേ അതൊക്കെ കെമിക്കൽസ് ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എഞ്ചിനും എഞ്ചിൻ്റെ അനുബന്ധ ഉപകരണങ്ങൾക്കും അത് പ്രശ്നമുണ്ടാക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ മറ്റൊരു കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള വേറെയും മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്നാമതാണ് ഒരു മെഷീൻ ഉപയോഗിച്ച് കുറച്ച് കെമിക്കൽസിനെ ഒരു നിശ്ചിത പ്രപ്പോർഷനിൽ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് എഞ്ചിനിലുള്ള കാർബൺ ഡെപ്പോസിറ്റ്സിനെ ഒഴിവാക്കി തരും. പക്ഷെ അതും കെമിക്കൽസ് തന്നെയാണ്. ആ കെമിക്കൽസും നമ്മുടെ എഞ്ചിനും എഞ്ചിൻ്റെ അനുബന്ധ ഉപകരണങ്ങൾക്കും ഡാമേജ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വേറൊരു രീതിയാണ് ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടുള്ള കാർബൺ ക്ലീനിങ്. അതായത് എഞ്ചിനകത്തേക്ക് ഹൈഡ്രജനെ സപ്ലൈ ചെയ്തുകൊണ്ട് ഹൈഡ്രജനെ കത്തിച്ച് ആ ഒരു ഹൈഡ്രജൻ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഹൈ ടെമ്പറേച്ചർ കാരണം ആ കാർബൺ പാർട്ടിക്കിൾസ് ഒക്കെ ഇളകി എക്സോസ്റ്റ് വഴി പുറത്തേക്ക് പോകും. അതൊരു രീതിയാണ്, അത് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളൊരു രീതിയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഞാൻ എൻ്റെ വാഹനം കാർബൺ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ മലയാളത്തിൽ തന്നെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്, ഇങ്ങനെ കാർബൺ ക്ലീനിങ് ചെയ്തതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പറയുന്നത് ഇത് ചെയ്തുകൊണ്ട് അവരുടെ വാഹനത്തിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, കുറച്ച് പവർ കൂടുന്നുണ്ട്, കുറച്ചും കൂടെ സ്മൂത്ത് ആവുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ചെയ്തുകൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കാം. ഇപ്പോൾ എൻ്റെ വാഹനത്തിൽ ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എഞ്ചിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ്സ് അമിതമായി കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടും വരും. പക്ഷേ നിങ്ങളോട് ചിലർ പറയുകയാണ്, നിങ്ങളുടെ വാഹനം കാർബൺ ക്ലീൻ ചെയ്യുമോ, നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് കൂടും, നിങ്ങളുടെ വാഹനത്തിൻ്റെ പവർ വളരെയധികം കൂടും. അപ്പം അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിച്ച് കാർബൺ ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജും പവറും ഒക്കെ കാലക്രമേണ കുറച്ച് കുറയുന്നത് സ്വാഭാവികമാണ്. കാരണം ഒരു മെഷീനാണ്, അത് വർക്ക് ചെയ്യുമ്പോൾ കുറേ കാലം ഇങ്ങനെ തുടരെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ കുറച്ചൊരു മൈലേജ് കുറവോ അല്ലെങ്കിൽ ഒരു പവർ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയി കാർബൺ ക്ലീൻ ചെയ്യാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യം അത് കൊണ്ടുപോയി എന്താണ് പ്രശ്നം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി
പറയുക, അവരോട് പറയുക ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, എന്തായിരിക്കും പ്രശ്നം. അപ്പോൾ അവരതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കും. ഇനി അവർ പറയുകയാണ് അതിൻ്റെ അകത്ത് കാർബൺ ഒരുപാട് അടിഞ്ഞു കൂടിയിട്ടാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അത് കാർബൺ ക്ലീൻ ചെയ്യേണ്ടത്. പവർ കുറയാനും മൈലേജ് കുറയാനും ഒക്കെ വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ എഞ്ചിനകത്ത് ഈ കാർബൺ ഡെപ്പോസിറ്റ്സ് കൂടുതലാണ് എന്ന് കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. ഒന്ന്, എഞ്ചിനകത്ത് നിന്ന് മിസ്ഫയറിങ് ഉണ്ടാകും, അതുപോലെ തന്നെ എഞ്ചിന് ഒരു റഫ് ഐഡിലിംഗ് ആയിരിക്കും, അതുപോലെ ബ്ലാക്ക് സ്മോക്ക് എക്സോസ്റ്റ് വഴി കൂടുതലായിട്ട് പുറത്തേക്ക് വരിക, അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇതൊക്കെ ഒരു കാർബൺ ഡെപ്പോസിറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ ആയേക്കാം, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായേക്കാം. പക്ഷേ ഈ ഒരു ലക്ഷണങ്ങളെല്ലാം കാർബൺ ഡെപ്പോസിറ്റ്സ് കാരണമായിരിക്കില്ല, വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വാഹനം കാർബൺ ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ നിങ്ങളുടെ വാഹനത്തിന് ശരിക്കും ഇത് ആവശ്യമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം ഈ കാർബൺ ക്ലീനിങ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഒരുപാട് കാലം പഴകിയ വാഹനങ്ങൾക്കാണ് ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ്സിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഇപ്പോൾ മോഡേൺ എൻജിൻസൊക്കെ വളരെ എഫിഷ്യൻ്റ് ആണ്. ഫ്യൂവൽ വളരെ കംപ്ലീറ്റ് ആയിട്ട് ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് ബേൺ ചെയ്യാനാണ് ഇപ്പോൾ മോഡേൺ ഫ്യൂവലിംഗ് സിസ്റ്റംസ് ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോഡേൺ വാഹനങ്ങളിലൊക്കെ കാർബൺ ഡെപ്പോസിറ്റ്സിൻ്റെ പ്രശ്നമൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ഡെപ്പോസിറ്റ്സിൻ്റെ കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അത്തരം വാഹനങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ആ ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി അവരോട് ചോദിച്ചതിന് ശേഷം അവരതിനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞുതരും. അവർ പറഞ്ഞിരുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ചെയ്യുക, അല്ലാതെ നേരെ കൊണ്ടുപോയി കാർബൺ ക്ലീനിങ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് കടക്കാതിരിക്കുക. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണെന്ന് പറയുന്ന പോലെ തന്നെ എഞ്ചിനകത്ത് ഉണ്ടാകുന്ന കാർബൺ ഡെപ്പോസിറ്റ്സ് കുറയ്ക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്നാമതാണ് വാഹനം കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്യുക എന്നുള്ളത്. സർവീസിങ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ സർവീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ഓയിൽ ചേഞ്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓയിലിന് എഞ്ചിനെ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു ജോലി കൂടെ ഉണ്ട്. അതുകൊണ്ട് ഓയിൽ ചേഞ്ചിങ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കറക്റ്റ് ടൈമിൽ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുക. അതുപോലെ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽസ് ഉപയോഗിക്കുക. കാരണം ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലിന് എഞ്ചിനെ കൂടുതൽ ക്ലീൻ ചെയ്ത് നിർത്താനുള്ള ആ ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പതുക്കെ വാഹനം ഓടിക്കാതിരിക്കുക, അത് കാർബൺ ഡെപ്പോസിറ്റ് കൂടാൻ കാരണമാവും. ഒരു മീഡിയം സ്പീഡിൽ നോർമലായിട്ട് ഓടിക്കുക. അതുപോലെ തന്നെ വാഹനം ഒരുപാട് നേരം ഇങ്ങനെ ഐഡിലിംഗ് കണ്ടീഷനിൽ ഇടാതിരിക്കുക, അതും കാർബൺ ഡെപ്പോസിറ്റ്സ് എഞ്ചിനിൽ കൂടാൻ കാരണമാകും. കുറച്ചൊക്കെ കാർബൺ ഡെപ്പോസിറ്റ് എഞ്ചിനിൽ നല്ലതാണ്. കാരണം ഈ കാർബൺ പാർട്ടിക്കിൾസ് ചില ഭാഗങ്ങളിലൊക്കെ അടിഞ്ഞുകൂടി അവിടെ ഒരു ടൈറ്റ് സീലിംഗ് നൽകാൻ അത് സഹായിക്കും. ഉദാഹരണത്തിന് ഈ ഒരു പിസ്റ്റൻ്റെയും സിലിണ്ടറിൻ്റെ ഒക്കെ ഇടയിൽ വളരെ ചെറിയ ക്ലിയറൻസുകൾ ഉണ്ടായിരിക്കും. ആ ഒരു ക്ലിയറൻസിൻ്റെ ഇടയിലൊക്കെ ഈ കാർബൺ പാർട്ടിക്കിൾസ് നിറഞ്ഞ് അവിടെ ഒരു ടൈറ്റ് സീലിംഗ് നൽകാൻ സഹായിക്കും. അതുവഴി നല്ല കംപ്രഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ ഈ കാർബൺ പാർട്ടിക്കിൾസിനെ കൊണ്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.